नदी में देखा तो एक लड़की उधर देखने को मिला कि वो पानी में डूब रहा था। तब हम लोग दौड़ के नीचे गया नदी के किनारे। भैया ने रस्से लेके दिया उधर। भैया का नाम अभी मेरे को मालूम नहीं है क्योंकि मेरे को 6 दिन हुआ है आज। പുഴയിൽ വീണ യുവതിയെ അതിസാഹസികമായി രക്ഷപ്പെടുത്തിയ അന്യസംസ്ഥാന തൊഴിലാളി സഹനൂർ ഇസ്ലാം, അമേഘ് മുഴക്കുന്ന്, മാധ്യമ അവാർഡ് ജേതാവ് ഉന്മേഷ് പായം എന്നിവരെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് അനുമോദിച്ചു. ഡെലിവറിക്ക് പോയി കുളിക്കൽ അങ്ങോട്ടൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ അവിടെ എത്തുന്നത്. അപ്പോൾ പെട്ടെന്ന് കണ്ടത് പാലത്തിൻ്റെ നടുക്ക് ലോറി നിർത്തി വെച്ചിട്ടാണ് കാണുന്നത്. ഞാൻ കരുതി ആക്സിഡൻ്റ് ആണെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ആ പാലത്തിൻ്റെ അവിടെ പോയപ്പോഴാണ് ഒരു ചേച്ചി എടുത്ത് ചാടിയോന്നൊക്കെ ഞാൻ അറിഞ്ഞത്. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, താഴെ പോയി. അപ്പോഴത്തേക്കെന്നെ ചാടിയായിരുന്നു വെള്ളത്തിൽ. ആദ്യം കയറ് കെട്ടിക്കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ ആ ചേച്ചിയെ പിടിച്ചപ്പോൾ തന്നെ കയറ് ആരെയും ഊരിപ്പോയി. പിന്നെ ഇവർ കരക്കിന് കയറിട്ട് കൊടുക്കുന്നുണ്ട്, പക്ഷെ അങ്ങനെ എത്തുന്നില്ലല്ലോ. നടുക്കെത്തിയപ്പോൾ തന്നെ രണ്ടാളും മൂന്ന് സാഹചര്യമായിരുന്നു. ഞാൻ താഴെത്തുള്ളൂ. ഞാൻ പിന്നെ ഒന്നും ചിന്തിച്ചില്ല, അങ്ങനെ തന്നെ എടുത്ത് ചാടി രണ്ടുപേർ. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്തു. അവസാനം രണ്ടുപേരും ഇങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രണ്ടുപേരും അവശരായി എന്ന് കണ്ടപ്പോഴാണ് നമ്മുടെ അമേഘ് കണ്ടവിടെ തന്നെ പുഴയിൽ എടുത്ത് ചാടുകയാണ് ചെയ്തത്. ഈ രണ്ടുപേരുടെയും വലിയ രീതിയിലുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ആ യുവതിയെ രക്ഷിക്കാൻ സാധിച്ചത്. ഒരു കുഞ്ഞിനെ അമ്മ നഷ്ടപ്പെടാതെ അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുമേഷ് അധ്യക്ഷനായി. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ഷൈമ, ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സൺ PD മനീഷ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ CC നൌഷാദ്, മെമ്പർമാരായ അജയൻ പായം, K വേലായുധൻ, അഡ്വക്കേറ്റ് മനോജ് കണ്ടത്തിൽ, ബ്ലോക്ക് സെക്രട്ടറി M പൊന്നപ്പൻ എന്നിവർ സംസാരിച്ചു. പ്രൈം വിഷൻ ന്യൂസ്, ഇരിട്ടി.